ഹലോ, ഞാൻ പി ജിജീഷ്. ജസ്റ്റ് പ്ലൈനറിലേക്ക് സ്വാഗതം. സമകാലിക വിഷയങ്ങളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശകലനം ചെയ്യുന്ന പ്രോഗ്രാമാണിത്. ഒരിക്കൽ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അതിജീവനം നിയമപരമായ ഒരു ഉറപ്പായി മാറിയിരുന്നു. ആ ഉറപ്പ് ഇനിയില്ല. MNREGA അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി മാത്രമായിരുന്നില്ല. അത് തൊഴിലിനുള്ള അവകാശമായിരുന്നു. നിയമത്തിൽ എഴുതി വച്ച അവകാശം. അരുണ റോയ്, ജീൻ ട്രീസ്, നിഖിൽ ദേ തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തകരുടെയും സംഘടനകളുടെയും പതിറ്റാണ്ടുകളുടെ പ്രവർത്തന ഫലമായാണ് അങ്ങനെ ഒരു പദ്ധതിയും നിയമവും രൂപം കൊണ്ടത്. അതെങ്ങനെ ഉണ്ടായി, അത് എങ്ങനെ പ്രവർത്തിച്ചു, ഒടുവിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നിയമം കൊണ്ട് അതിനെ മാറ്റി എഴുതിയതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ഇതുകൊണ്ട് ഗ്രാമീണ ഇന്ത്യയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ദരിദ്രർ, സ്ത്രീകൾ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ, മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ച്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഒരു ഔദാര്യമായിരുന്നില്ല, തൊഴിൽ പദ്ധതിയുമായിരുന്നില്ല, അതൊരു നിയമമായിരുന്നു. നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: നിങ്ങളൊരു ഗ്രാമീണ കുടുംബാംഗമാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. 100 ദിവസം ഗ്യാരണ്ടിയാണ്, സമയബന്ധിതമാണ്, നിയമപരമായി നേടിയെടുക്കാവുന്നതാണ്. ഒരു വർഷം 12 കോടി മനുഷ്യരിൽ കൂടുതൽ ഈ പദ്ധതിയെ ആശ്രയിച്ചിരുന്നു. അതിൽ 58% സ്ത്രീകളും 38% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. MNREGA എങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ, ഏറ്റവും അബലരായ വിഭാഗങ്ങളെ ശാക്തീകരിച്ചിരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. MNREGA സുദീർഘമായ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ബ്യൂറോക്രസി ഉണ്ടാക്കി തന്നതല്ല. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരുടെ, സാമൂഹിക പ്രവർത്തകരുടെ, സംഘടനകളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഫലമാണത്. തൊഴിൽ അന്തസ്സാണെന്ന, തൊഴിൽ അവകാശമാണെന്ന ഗാന്ധിയൻ ചിന്തയായിരുന്നു ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമായല്ല തൊഴിലിനെ കണ്ടിരുന്നത്. അത് ക്രമേണ ലോകത്തിലെ ഏറ്റവും വലിയ അവകാശാധിഷ്ഠിത തൊഴിൽ പദ്ധതിയായി മാറി. സ്ത്രീകളെയും ദളിതരെയും ആദിവാസികളെയും ദുർബല വിഭാഗങ്ങളെയും എല്ലാം ശാക്തീകരിച്ചു. ഗ്രാമീണ ഇന്ത്യയുടെ നെടുന്തൂണായി അത് മാറി. നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വലിയ റിസൾട്ടാണ് അതുണ്ടാക്കിയത്. രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം മികച്ച രീതിയിൽ അത് പ്രവർത്തിച്ചു വന്നു. തൊഴിൽ തേടിയുള്ള പലായനങ്ങൾ കുറച്ചു, ജലാശയങ്ങൾ നിർമ്മിച്ചു, റോഡുകൾ പണിതു, ക്ഷാമകാലത്ത് അത്താണിയായി. ഗ്രാമീണ സമ്പദ്ഘടനയിലേക്ക് പണം പമ്പ് ചെയ്യാനുള്ള ഉപായമായി അത് മാറി. അങ്ങനെ ഒരിക്കൽ കോവിഡ് മഹാമാരി നമ്മളെ തേടിയെത്തി. നഗരങ്ങളെല്ലാം അടച്ചുപൂട്ടി. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഷട്ടറിട്ടു. തൊഴിൽ ഇല്ലാതെയായി. ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങി. റോഡിലൂടെ 100 കണക്കിന് മനുഷ്യർ വരിവരിയായി പോകുന്ന കാഴ്ചകൾ മാധ്യമങ്ങൾ പകർത്തി. സുഖമില്ലാത്ത ബന്ധുജനങ്ങളെ കിലോമീറ്ററുകളോളം ചുമലിലേറ്റി നടക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരെ നമ്മൾ തെരുവിൽ കണ്ടു. കുട്ടികളും സ്ത്രീകളും ശാരീരിക അസ്വസ്ഥതകളുള്ളവരും അങ്ങനെ ഒരുപാട് മനുഷ്യർ വഴിയാധാരമായി. തെരുവിൽ അങ്ങനെയൊരു അരക്ഷിതാവസ്ഥ ഇല്ല എന്ന് യൂണിയൻ ഗവൺമെൻറ് നമ്മുടെ സുപ്രീം കോടതിയോട് പറഞ്ഞുകൊണ്ടിരിക്കെ ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്ത, തളർന്ന് റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങിപ്പോയ മനുഷ്യർ അരഞ്ഞു മരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അക്കാലത്ത് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്ത മനുഷ്യരെ അത് സ്വീകരിച്ചു, അവർക്ക് തൊഴിൽ നൽകി. അക്കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളുടെ വിശപ്പ് മാറ്റി, ജീവൻ നിലനിർത്തി. ഒരു കണക്കിന്
ഗവൺമെൻറ്റിനെ പോലും താങ്ങി നിർത്തിയത് ഈ പദ്ധതിയാണ്. കാരണം ഇത്രയധികം മനുഷ്യർ ഒരേ സമയം നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മനുഷ്യർക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ ഉടലെടുക്കുന്ന അസ്വസ്ഥതയും അസംതൃപ്തിയും മാത്രം മതിയായിരുന്നു ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുവാൻ. എന്നാൽ അതിനിട നൽകാതെ തൊഴിലുറപ്പ് പദ്ധതി ഈ മനുഷ്യർക്കും ഇതിനെ നിരന്തരം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിന് പോലും താങ്ങായി മാറി എന്നതാണ് വസ്തുത. 2014 മുതൽ ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പരസ്യമായി പരിഹസിച്ചു. അതിനെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ചരിത്ര സ്മാരകം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ നിയമപ്രകാരമുള്ള ബജറ്റ് നിരന്തരം വെട്ടിക്കുറച്ചു. ആളുകൾക്ക് കൂലി നൽകുവാൻ ഒരുപാട് വൈകി. പണം ജനങ്ങളിലേക്ക് എത്താതെ വന്നു. നിയമപുസ്തകത്തിൽ തൊഴിൽ ഒരു അവകാശമായി നിലനിന്നിരുന്നുവെങ്കിലും പതിയെ പതിയെ അത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 2025 ഡിസംബർ മാസത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമം റിപ്പീൽ ചെയ്തു. പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന നിയമം വന്നു. ഗാന്ധിയുടെ പേര് മാറ്റി. ഒപ്പം തൊഴിലൊരു അവകാശമാണെന്ന സങ്കല്പവും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ചതിയുടെ ആഴം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തിന് കീഴിൽ ജനങ്ങൾ തൊഴിൽ ആവശ്യപ്പെടുകയാണ്. അതിനനുസരിച്ച് തൊഴിൽ നൽകാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. പുതിയ പദ്ധതിക്ക് കീഴിൽ ഗവൺമെൻറ് പറയുകയാണ്, എത്ര തൊഴിൽ തരുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരു അവകാശമായിരുന്ന തൊഴിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമായി മാറിയിരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമായിരുന്നു. യൂണിയൻ ഗവൺമെൻറ്റാണ് കൂലി നൽകിയിരുന്നത്. സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു പോന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. VBG റാം ജിക്ക് കീഴിൽ സാമ്പത്തിക ബാധ്യത മുഴുവൻ സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോഴേ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂടി കണ്ടെത്തണം. 40% അവർ വഹിക്കണം. പണി എവിടെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും യൂണിയൻ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഏതൊക്കെ പ്രദേശത്താണ് തൊഴിൽ അനുവദിക്കേണ്ടത്, എത്രമാത്രം തൊഴിലാണ് അനുവദിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമപ്രകാരം യൂണിയൻ ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്യും. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള, ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളാകും ഏറ്റവും ദുരിതം അനുഭവിക്കാൻ പോകുന്നതും. അതുപോലെ തന്നെ ഫെഡറലിസത്തിന് നേരെ നിരന്തരം നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ നിയമപ്രകാരം ഏതൊക്കെ സ്ഥലത്താണ് തൊഴിൽ അനുവദിക്കേണ്ടത് എന്ന് യൂണിയൻ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഇത് അനുവദിക്കേണ്ടതില്ല എന്ന് യൂണിയൻ ഗവൺമെൻറ് തീരുമാനിച്ചാൽ എന്തു ചെയ്യും? ഈ നിയമപ്രകാരം അതിനുള്ള സാധ്യതയും ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ തൊഴിൽ ഏറ്റവും ആവശ്യമുള്ള ഇടങ്ങളിലല്ല, യൂണിയൻ ഗവൺമെൻറ് പറയുന്ന ഇടങ്ങളിലാണ് ഇനി മുതൽ തൊഴിൽ അനുവദിക്കാൻ പോവുക. 100 ദിവസത്തെ തൊഴിൽ വേണം എന്ന് പറയുന്ന ആളുകൾക്കല്ല, യൂണിയൻ ഗവൺമെൻറ് റേഷൻ പോലെ നൽകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ സാധ്യതയുള്ള അത്രയും എണ്ണം മാത്രം തൊഴിലുകളാണ് ലഭിക്കാൻ പോവുക. ലഭിക്കാവുന്ന പരമാവധി തൊഴിലുകളുടെ എണ്ണം 100-ൽ നിന്ന് 125 ആയി ഉയർത്തി എന്ന ഗവൺമെൻറ്റിൻ്റെ വാദത്തിന് യാതൊരർത്ഥവുമില്ലാതായി മാറുകയാണ് തൊഴിൽ ഒരു അവകാശമല്ലാതാവുന്നതോടുകൂടി. തൊഴിലിന് അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ, തൊഴിലിനു വേണ്ടിയുള്ള അപേക്ഷകൾ അവഗണിക്കുമ്പോൾ, സംസ്ഥാനങ്ങൾക്ക് ചെലവ് താങ്ങാനാകാതെ വരുമ്പോൾ, ജനങ്ങൾക്ക് തൊഴിൽ ആവശ്യമില്ലെന്നല്ല, തൊഴിലില്ലായ്മ കൂടിയിട്ടേ ഉള്ളൂ. അവർക്ക് തൊഴിൽ ആവശ്യപ്പെടാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സംവിധാനം രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ ചേർത്തു പിടിക്കുമെന്ന വാഗ്ദാനമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമം. VBG റാം ജി എന്ന നിയമം ആ വാഗ്ദാനത്തെ അട്ടിമറിച്ചിരിക്കുന്നു. തൊഴിലിനെ ഒരു ഔദാര്യമാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊരു പരിഷ്കാരമൊന്നുമല്ല, ഒരു പിന്നടത്തമാണ്.